ഓൺലൈൻ വായ്പാ ആപ്പിൽ നിന്നുള്ള ഭീഷണിയാണ് ആനന്ദ് ജീവനൊടുക്കാൻ കാരണമെന്ന നിഗമനത്തിലേക്ക് ബന്ധുക്കൾ ഉൾപ്പെടെ എത്തിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യന് ഇന്നത്തെ കാലത്ത് ഏറ്റവും ആവശ്യം പണമാണ്. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ അത് നമ്മുടെ കയ്യിൽ നിറയെ കാണും. എന്നാൽ ചില സമയത്തോ നിറയ്ക്കാൻ പോയിട്ടൊന്ന് കാണാൻ പോലും നമ്മുടെ കയ്യിൽ കാണത്തില്ല. അതാണ് അവസ്ഥ. ഇത് കൂടുതലായിട്ട് അനുഭവിക്കുന്നത് മിഡിൽ ക്ലാസ്, ലോ ക്ലാസ് ഫാമിലികളാണ്. ഇവരെ നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഒന്ന്, ഡെയിലി വേജസിന് ജോലി ചെയ്യുന്നവരും, രണ്ട്, മാസ ശമ്പളം മേടിച്ച് ജോലി ചെയ്യുന്നവരും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൂലിപ്പണി ചെയ്യുന്നൊരു മേസ്ത്രിക്ക് ഡെയിലി കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് 1000 to 1300 ഡെയിലി പണി ഉണ്ടെങ്കിൽ. ഇത് ഒരു മാസത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഏതാണ്ട് 30,000 മേളിലാണ് കിട്ടുന്ന ശമ്പളം. ഒരു തുടക്കക്കാരനായ LD ക്ലർക്കിന് കിട്ടുന്നതിനെക്കാട്ടിയും കൂടുതൽ ശമ്പളമാണ് ഇത് വരുന്നത്. എന്നാൽ ഈ പൈസ ദിവസം കൈ കിട്ടുന്നതുകൊണ്ട് തന്നെ ഒരു ഫാമിലി മാന് അവന്റെ ദിവസ ചെലവുകളെല്ലാം കഴിഞ്ഞിട്ട് ഒരു തുച്ഛമായ പൈസ പോലും സേവ് ചെയ്യാൻ കഴിയുന്നില്ല. ഇനി ഒരു മാസം 10,000 to 20,000 രൂപ വരെ ശമ്പളം മേടിക്കുന്ന ഒരു മാസ ശമ്പളക്കാരന് അവന് 1-ാം തീയതി ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ കഴിഞ്ഞ മാസത്തെ കടം, ഹോം ലോൺ, വാടക, EMI, പത്രം, പാല്, ചിട്ടി തുടങ്ങിയ എല്ലാ ചെലവുകളും മാറ്റി വെച്ചിട്ട് ഒരു 10-ാം തീയതി ആകുമ്പോഴത്തേക്കും അവന്റെ പോക്കറ്റും കാലിയാവും. ഇതാണ് ഈ രണ്ട് കൂട്ടരുടെ അവസ്ഥ. എന്നാൽ ഇവർക്ക് പെട്ടെന്നൊരു എമർജൻസി വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇവർക്ക് പൈസയ്ക്ക് ആവശ്യം വരും. അപ്പോൾ ഇവരുടെ മുന്നിലുള്ള ഏക വഴിയാണ് കടം മേടിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. എങ്ങനെയെങ്കിലും അവർക്ക് പൈസ കിട്ടുക, അവരുടെ ആവശ്യങ്ങൾ നടക്കുക എന്നതാണ് അപ്പോഴത്തെ അവരുടെ ചിന്ത. അങ്ങനെ വരുമ്പോഴാണ് അവരുടെ മുമ്പിലേക്ക് ഈ ഓൺലൈൻ വഴിയുള്ള തേർഡ് പാർട്ടി ആപ്പുകളിൽ നിന്നും ലോൺ എടുക്കുക എന്നുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഫോൺ എടുത്ത് ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കയറി എന്തെങ്കിലും ഒന്ന് വാച്ച് ചെയ്യുകയോ കാണുകയോ ചെയ്യുമ്പോഴത്തേക്കും ഓരോ 2 മിനിറ്റോ 3 മിനിറ്റോ കൂടുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു പേഴ്സണൽ ലോൺ ആപ്പിന്റെ പരസ്യം നമ്മുടെ മുമ്പിലേക്ക് വരാറുണ്ട്. 0 ഇൻട്രസ്റ്റിൽ പേഴ്സണൽ ലോൺ നിങ്ങൾക്ക് 10 മിനിറ്റിൽ കിട്ടുമെന്നുള്ള പരസ്യം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് എടുക്കാൻ നോക്കും. അവർ പറയുന്ന എല്ലാ ഡോക്യുമെന്റ്സും നമ്മൾ അവർക്ക് കൊടുക്കും. അവർ പറയുന്ന എല്ലാ കോളത്തിലും നമ്മൾ ടിക്കറ്റ് അലോ ബട്ടൺ ഞെക്കും. എന്നാൽ ഇത് തിരിച്ചടയ്ക്കുന്നത് നമുക്ക് കൈ കിട്ടിയ പൈസയെ കാട്ടി ഇരട്ടിയായി മാറുകയാണ്. എന്നാൽ നമ്മുടെ അത്യാവശ്യ ഘട്ടത്തിൽ 10 മിനിറ്റിനകം EMI വ്യവസ്ഥയിൽ 6 മാസമോ 12 മാസമോ കൊണ്ട് തിരിച്ചടച്ചാൽ മതിയെന്ന് പറഞ്ഞ് കിട്ടുന്ന ഈ കാശ് നമുക്ക് ലാഭം കൂടെയാണ്. മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടാതെ അല്ലെങ്കിൽ മറ്റൊരാൾ അറിയാതെ നമ്മുടെ ആവശ്യങ്ങൾ നടക്കാൻ നമ്മുടെ കയ്യിൽ പണം വരും, നമ്മുടെ ആവശ്യങ്ങൾ നടക്കുകയും ചെയ്യും. 2, നമ്മൾ ലോൺ എടുക്കാൻ നേരത്ത് അവർ പറയുന്ന പല അലോ ബട്ടണുകളും നമ്മൾ ഞെക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിലെ പേഴ്സണൽ ഡേറ്റകളും കോൺടാക്റ്റുകളും അവരുടെ കൈവശമാവുകയാണ്. നമ്മൾ ഒരടവിന് മുടക്കം വരുത്തുമ്പോഴത്തേക്കും ആദ്യം ഇവർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺടാക്റ്റ് ഉള്ളവർക്ക് എല്ലാവർക്കും നമ്മൾ ലോൺ മുടങ്ങിയെന്നുള്ള ഒരു നോർമൽ മെസ്സേജ് ഇവർ അയക്കുന്നു. പിന്നെ ഇത് തുടർന്ന് വരികയാണെങ്കിൽ 2-ാം ഘട്ടമായിട്ട് ഇവർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോസിനും ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും എല്ലാം നമ്മുടെ പേഴ്സണൽ ചിത്രങ്ങൾ വരെ ഇവർ മോർഫ് ചെയ്ത് അയച്ചു കൊടുക്കാറാണ് പതിവ്. പിന്നെ നിരന്തരം കോൾസ്, ഭീഷണി, മെന്റൽ ടോർച്ചറിങ് ഇങ്ങനെ വേണ്ട എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു മനുഷ്യനെ ആത്മഹത്യയ്ക്ക് തള്ളിവിടാൻ വരെ ശക്തിയുണ്ട് ഈ ആപ്പുകൾക്ക്. അത് സമയത്ത് തിരിച്ചടയ്ക്കാമെന്ന വിശ്വാസം, പൂർണ്ണമായ വിശ്വാസം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആപ്പുകൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആശ്വാസം തന്നെയാണ്.